بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب الزكاة من الإسلام وقوله وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ അജീബായ ശൈലി ആണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ബാബു സിയാത്തിൽ ഈമാനി നുക്സാനിഹി എന്ന ബാബിൻ്റെ ശേഷം ബാബുൻ അസ്സകാത്തു മിനൽ ഇസ്ലാം എന്ന ബാബാണ് ഇട്ടിട്ടുള്ളത്. വളരെ മുനാസബത്തുള്ള രണ്ട് ബാബുകളാണ്. ഒന്ന് ഈമാൻ്റെ ബാബാണ്, ഈമാൻ്റെ ശുഅബകൾ എണ്ണാണ്. അതങ്ങനെ നിസ്കാരത്തിനെ പറ്റി എണ്ണി, നോമ്പിനെ പറ്റി എണ്ണി, പലതിനെയും എണ്ണി അക്കൂട്ടത്തിൽ ശുഅബിനെ എണ്ണാണ് എന്ന് ആമായൊരു ബന്ധമുണ്ട്. അതോടുകൂടെ രണ്ട് ബാബുകൾ തമ്മിൽ സിയാത്തുൽ ഈമാനും നുക്സാനും, അതിന് ശേഷം സക്കാത്തിനെ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ലോകത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ റിദ്ദത്തിൻ്റെ പ്രശ്നമുണ്ടായി. ഇസ്ലാമിൽ നിന്ന് പലരും മുർത്തദ്ദായി. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മുർത്തദ്ദീങ്ങളുമായുള്ള യുദ്ധമാണ്, പടപുരുത്തരാണ്. അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കലായിരുന്നു. അങ്ങനെ മുർത്തദ്ദായവർ മുർത്തദ്ദാവാനുള്ള ഒരു വിഭാഗത്തിൻ്റെ കാരണം എന്താണ്? സക്കാത്താണ്. ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് ഖുദ് മിൻ അംവാലിഹിം സദക്ക, നിങ്ങൾ പിടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്നുള്ളത് വഅദാമത്ത് കലിമിനോടുള്ള ഖിതാബാണ്. അത് നബി തങ്ങൾ മാത്രമേ പെടുള്ളൂ, വേറാളും പെടൂല. അതുകൊണ്ട് നബിൻ്റെ ശേഷം വരുന്നവർക്ക് സക്കാത്ത് കൊടുക്കൽ ബാധ്യതയില്ല എന്ന് പറഞ്ഞു. ആ ഒരു സാമ്പത്തികമായ വിനിമയം, നിർബന്ധമായ വിനിമയം, അതിൽ നിന്ന് പിന്മാറാനുള്ള വഴി ആലോചിച്ചു. അപ്പം സക്കാത്ത് എന്ന് പറയുന്ന വിഷയം പലരുടെയും ഈമാനിനെ കുറക്കുന്നതും അത് ഈമാനിനെ കൂട്ടുന്നതുമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയത് ഏതൊരാൾക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അവൻ്റെ സമ്പത്ത്. അവൻ അധിക പേരും വളരെ കഷ്ടപ്പെട്ടാണ് മുതൽ സമ്പാദിക്കുന്നത്. ആ സമ്പാദിക്കുന്ന മുതലുകൾ, അല്ലെങ്കിൽ അവർ സൂക്ഷിപ്പ് സ്വത്തായി കരുതി വേണ്ടി വെക്കുന്ന സ്വത്തുക്കൾ, പ്രത്യേകിച്ചും ഉപയോഗിക്കാതെ സൂക്ഷിക്കുന്ന സ്വർണം, വെള്ളി, പണങ്ങൾ, ഇതിനെല്ലാം സക്കാത്ത് കൊടുക്കാൻ ഏതൊരാളുടെയും മനസ്സിനിക്ക് ഒരു ഉള്ളിൽ ഒരു താല്പര്യക്കുറവുണ്ടാകും. അത് ഈമാൻ കുറഞ്ഞവർക്കുള്ള ലക്ഷണമാണ്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന മുതൽ അതൊരു കൊല്ലം കൈവച്ചാൽ, നിയമപ്രകാരം അത് കൈവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിസാബത്താൽ ശുറൂത്തൊത്താൽ അത് കൊടുത്തേ പറ്റൂ. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് അതിൽ വലിയ ആവേശം കാട്ടുന്ന ആളുകൾ, അത് ഈമാൻ്റെ ഭാഗവുമാണ്. അപ്പോൾ ഈമാൻ കൂടാനും കാരണമാണ് സക്കാത്ത് കൊടുക്കുന്നത്. സക്കാത്തിൽ നിന്ന് കൊടുക്കാതെ, അല്ലെങ്കിൽ കണക്ക് പ്രകാരം കൊടുക്കാതിരിക്കാൻ ഈമാൻ നുക്സാനും കാരണമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈമാൻ്റെ വർധനവിനും ഈമാൻ്റെ നുക്സാനിനും കാരണമാക്കിയ സാധനം സക്കാത്തായതുകൊണ്ട് തന്നെ ആ സക്കാത്തിനെ സിയാത്തുൽ ഈമാൻ നുക്സാനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാ അസ്സകാത്തു മിനൽ ഇസ്ലാം, സക്കാത്ത് ഇസ്ലാമിൽപ്പെട്ടതാണ്. അത് ഇസ്ലാം എന്ന് പറഞ്ഞ പ്രയോഗം മിനൽ ഈമാൻ എന്ന് പറയാതെ മിനൽ ഇസ്ലാം എന്ന് പറയാനുള്ള കാരണം വരാൻ പോകുന്ന ഹദീസിൽ ഇസ്ലാമിനെ പറ്റി ചോദിക്കുമ്പോഴാണ് സക്കാത്തിനെ പറ്റി പറയുന്നത്. അതുപോലെ ആയത്തിൽ പറയുന്ന ദീൻ, ആ ദീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ് എന്ന് വരുത്താനുമാണ് ഇമാം ബുഖാരി മിനൽ ഇസ്ലാം എന്ന് പ്രത്യേകമായി പറയുന്നത്. അതിന് തെളിവ് വഖൗലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൗല്. നമ്മൾ പലപ്പോഴും
പറഞ്ഞ മാതിരി അത് ഈ ബാബിക്ക് തെളിവുദ്ധരിക്കാൻ ആയതുകൊണ്ട് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമാ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇബാദത്ത് എടുക്കലിനെ അല്ലാതെ കൽപ്പിച്ചിട്ടില്ല. അല്ലാഹ് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കാൻ മാത്രമേ അവരോട് കൽപ്പിക്കപ്പെട്ടുള്ളൂ. എങ്ങനെയായിരിക്കണം അല്ലാഹ് പറഞ്ഞത് അവരനുസരിക്കേണ്ടത്? മുഖ്ലിസീന ലഹുദ്ദീൻ, അവർക്കുള്ള വണക്കത്തെ മുഴുവനും അല്ലാഹുവിനിക്ക് തനിപ്പിച്ചവരായ സ്ഥിതിയിൽ മറ്റൊന്നിനെയും ചേറാക്കാതെ, റിയാ ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിൽ ഉൾപ്പെടുത്താതെ അല്ലാഹുവിനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യലാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹുനഫാ, എല്ലാ ബാത്തിലിനെ തൊട്ടും ഹക്കിലേക്ക് ചാഞ്ഞവരായിട്ട്. വയുഖീമുസ് സ്വലാത്ത, ആമിൻ്റെ സംഖാസ് പറയാണ്, പ്രധാനപ്പെട്ട എടുത്ത് പറയാണ്, നിസ്കാരം നിലനിർത്തലിനെയും അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വയൂത്തുസ് സകാത്ത, അവർ സകാത്തിനെ കൊടുക്കലിനെയും അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വദാലിക ദീനുൽ ഖയ്യിമാ, വദാലിക, ഈ പറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളാകുന്നത് ദീനുൽ ഖയ്യിമ, അൽ ഖയ്യിമാൽ മുസ്തഖീമ, ചൊവ്വായ ദീൻ അതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ബാബിൽ നാം ബഹുമാനപ്പെട്ട ഇബാദത്ത് ആരാധനകളെ സംബന്ധിച്ച്, ആഘോഷങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കിതാബ് നോക്കിയപ്പോൾ, ഇബ്രീസ് നോക്കിയപ്പോൾ കണ്ട ഇമാം ബുഖാരിയുടെ ഒരു മഹത്വമുണ്ട്. അത് ഇപ്പോൾ ഹദീസ് വായിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം അത് പറയട്ടെ. ഇമാം ബുഖാരിയുടെ മഹത്വം മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്, മുഖദ്ദിമയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഏത് പ്രശ്നങ്ങൾക്കും ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ഓതി അതുകൊണ്ട് തവസ്സുലാക്കിയാൽ എല്ലാ കാര്യങ്ങളും കരസ്ഥമാകും. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദഹ്ലവി അവരുടെ പല കിതാബുകളിലും പറഞ്ഞത് ലംആത്ത് നാം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ? قرأ كثير من المشايخ والعلماء والثقات صحيح البخاري لحصول المرادات. മുറാദാത്തുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്, അവർക്കുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ വീടാൻ വേണ്ടി, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, ബലാ മുസീബത്ത് തടുക്കാൻ വേണ്ടി, ബുദ്ധിമുട്ടുകളും വലിയ വലിയ കുടുക്കുകളിൽ നിന്നും കശ്ഫ് ചെയ്യാൻ വേണ്ടി, അവർ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി, മറ്റുള്ള രോഗികൾക്ക് രോഗം ശിഫയാവാനും സ്വന്തം രോഗം സുഖപ്പെടാൻ വേണ്ടിയും എല്ലാം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി എടുത്ത് ഓതൽ മശായിഖന്മാരുടെ പതിവാകുന്നു. ഇന്ദൽ മളായികി വസ്സദാഇദ്, എല്ലാ കുടിസായ ഘട്ടങ്ങളിലും എല്ലാ പ്രയാസഘട്ടങ്ങളിലും സഹീഹുൽ ബുഖാരി അതെടുത്ത് ഓതിയാൽ അത് അവരുടെ വിഷമങ്ങൾ നീങ്ങലിന് കാരണമാണ്. ഫഹസല മുറാദുഹും വഫാസൂ ബിമകാസിദിഹിം വജദൂഹു കത്തിറിയാക്കി മുജറബാ. അവരുടെ എല്ലാ വിഷയങ്ങൾ കരസ്ഥമാക്കാനും അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരണത്തിനും ഇതൊരു ഒറ്റമൂലിയായ മുജറബായ പരിശോധിച്ചറിഞ്ഞതായ ഒരു സംഭവമാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നിന്ന് അല്പമോ അല്ലെങ്കിൽ പൂർണ്ണമായോ വിഷമങ്ങൾ തീരാൻ വേണ്ടി ഓതുക എന്നത്. വഖദ് ബലഗ ഹാദൽ മഅന ഇൻദ ഉലമാഇൽ ഹദീസി മർത്തബത്ത ശുഹ്റത്തി വൽ ഇസ്തിഫാള. ഈ ഒരു വിഷയം സ്വഹീഹുൽ വിഷമങ്ങൾ തീരാൻ ബുഖാരിയുടെ ഹദീസുകൾ ഓതുക എന്ന് പറയുന്നത്, ബുഖാരിയുടെ സനദടക്കം അല്പം എടുത്ത് ഓതുക എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ അത് മശൂറും മുസ്തഫീദുമാണ്. അതിൽ ആർക്കും സംശയമില്ല. ഇത് നാം മുമ്പ് സൂചിപ്പിച്ച വിഷയമാണത്. മുഖദ്ദിമയിലുണ്ട് ഈ വിഷയം. വനക്കല സയ്യിദ് ജമാലുദ്ദീനുൽ മുഹദ്ദിസു അൻ ഉസ്താദിഹി അസ്സയ്യിദുൽ അസീലുദ്ദീൻ അന്നഹു ഖാൽ ഖറഅതു സ്വഹീഹൽ ബുഖാരിയ
നഹ്വ ഇശ്രീന വമിയതി മർറ 120ഓളം പ്രാവശ്യം ഞാൻ സഹീഹുൽ ബുഖാരിയെ ഞാൻ ഓതിയിട്ടുണ്ട്. ഫിൽ വഖായിഇ വൽ മുഹിമ്മാതി നഫ്സി ലിനഫ്സി വലിന്നാസിൽ ആഖരീൻ. എൻ്റെ സ്വന്തം ആവശ്യത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും നീങ്ങാൻ വേണ്ടി 120ഓളം പ്രാവശ്യം ഞാൻ ഓതിയിട്ടുണ്ട് എന്ന് മഹാനായ അസീലുദ്ദീൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. فبأي نية كرهته حصل المقصود وكفى المطلوب. ഏത് നിയ്യത്ത് വച്ചാണോ ഞാനത് ഓതിയത് എങ്കിൽ ആ വിഷയം പൂർത്തിയാകുകയും ആ ലക്ഷ്യം പൂർത്തിയാക്കി പൂവണിയുകയും ചെയ്തിട്ടുണ്ട് എന്നത് മുമ്പ് നാം വിശദീകരിച്ച സംഭവമാണ്. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അവരുടെ ഇബ്രീസിൽ പറയുന്നു, അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ ഹാഫിള് അഹ്മദ് ബിൻ മുബാറക് അൽ മാലിക്കി എന്നവർ 1156 വഫാത്തായവരാണ്. ഈ മാലിക്കി അവർ ഒരു സംഭവം ഉദ്ധരിച്ചതിൻ്റെ ശേഷം അവർ പറയുകയാണ്, ആവശ്യമുള്ളവർ ഇബ്രീസ് 360 പേജ് നോക്കുക. ഫഖാല റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഫീ കുല്ലി മദീനത്തിൻ അദദൻ മിനൽ മലായിക. ഓരോരോ നാട്ടിലും ഓരോരോ പ്രദേശങ്ങളിലും മലായികത്തിൽ നിന്നുള്ള ഓരോരോ എണ്ണങ്ങളുണ്ട്, പ്രത്യേക എണ്ണം മലായികത്തുകളുണ്ട്. فإذا رأوا العبد يطلب من الله شيئا. അള്ളാഹുവിൻ്റെ ഒരു ദാസൻ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ഒരു കാര്യം തേടുന്നതായി കണ്ടാൽ فإن رأوا القدر سبق به سددوه وكانوا معه. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ, ഈ പറഞ്ഞ വിഷയം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂവണിയണം എന്നുണ്ട്, അത് പൂർത്തിയാക്കുമെന്നുണ്ടെങ്കിൽ അവര് അദ്ദേഹത്തെ നേരെയാക്കുകയും ഇവരോട് കൂടെ മലായികത്തുകൾ കൂടുകയും ചെയ്യുകയും അങ്ങനെ അവനിക്ക് അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള പ്രത്യേക തൗഫീഖും ആത്മാർത്ഥതയും ദുആന്റെ എല്ലാ ശുറൂത്തും ഒപ്പിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയും ശൈത്താന്റെ ശർ അവനിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുകയും അങ്ങനെ അവൻ ആത്മാർത്ഥതയോട് കൂടെ ദുആ ചെയ്ത് അവൻ്റെ ദുആ ഈ മലായികത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് പൂർത്തിയാക്കപ്പെടും. ഇനി ഒരാൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരം അവൻ ദുആ ചെയ്ത സംഗതി അവനക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നതാണ് അവർ കാണുന്നത്. മലായികത്തല്ലേ അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇവരെ സംബന്ധിച്ചുള്ള ഓരോരോ വിഷയങ്ങളും രാവും പകലും അവർ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ എല്ലാ കൊല്ലത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തിലേക്ക് അവൻ്റെ റിക്കാർഡുകൾ സമർപ്പിക്കുന്നുണ്ട്. വലിയ സംഭവമാണ്. അങ്ങനെ എങ്ങനെയായാലും ഈ അറിയുന്ന അവനെ സംബന്ധിച്ച് അവൻ്റെ ഖദർ പ്രകാരം അവനക്ക് ലഭിക്കണോ ലഭിക്കണ്ടേ എന്നുള്ളത് മലായികത്തിനേക്ക് അറിയുമ്പോൾ അതിനനുസരിച്ച് അവർ നീങ്ങുകയും അവർക്കറിയുന്നില്ലെങ്കിൽ മലായികത്തിൻ്റെ സാന്നിധ്യം അവനിക്ക് ഒഴിവാകുകയും അങ്ങനെ ശൈത്താൻ അവൻ്റെ കൂടെ കൂടുകയും അവനിക്ക് ദുആന്റെ ഒരു ശുറൂത്തും ഒപ്പിക്കാൻ കഴിയാതെ അവൻ ഹായിബായി മടങ്ങുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിൽ മഹാനവർകൾ പറയാണ്, ഫൈദാർ ഔമൻ അഖദ സിഫ്റൻ മിൻ സയ്യിദിൽ ബുഖാരി ദാഹിബൻ ബിഹി ഇലാ ളരീഹ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഒരു കാര്യം പ്രത്യേക ആവശ്യം പൂർത്തിയാവാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നിന്ന് ഒരു ജുസ്, ഒരു ഭാഗം അത് കയ്യിൽ പിടിച്ചും കൊണ്ട് ഒരു മക്ബറയിലേക്ക്, ഒരു കാര്യമായ വലിയൻ്റെ മക്ബറയിലേക്ക് ചെന്നു. അവർക്ക് ഇവൻ്റെ ആവശ്യം പൂർത്തിയായി വീടേണ്ടതാണ് എന്നുള്ള ഒരു ബോധം ഈ അള്ളാഹുവിൻ്റെ മലായികത്തിനക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ അവനിക്ക്
അവനെ അവര് നേരെയാക്കുകയും അവൻ്റെ കൽബിൽ വാൽഖൗഫി കൽബിഹി അൽ ഇൽഹാഹ വത്തലഖുഫ അലാ തലബത്തിഹി, അവൻ്റെ ആവശ്യം പൂർത്തിയാകുന്നതിൻ്റെ മേലിൽ, അവൻ്റെ ദുആന്റെ മേലിൽ അല്ലാഹുവിനോടുള്ള കീർത്തിച്ചുള്ള ചോദ്യവും ഖേദവും ദുഃഖവും തളർവും അവൻ്റെ മനസ്സിൽ അവരിട്ട് കൊടുക്കുകയും അവനോട് കൂടെ ആ വലിയൻ്റെ മക്ബറയിലേക്ക് പോവുകയും പോകുമ്പോൾ ഏത് സ്ഥിതിയിൽ അവൻ ആ ബുഖാരിയുടെ ഒരു ജുസ് കയ്യിൽ പിടിച്ചവനാണ് ആ നിലക്ക് പോവുകയും ചെയ്യുമ്പോൾ ആ പോകുന്ന സമയത്ത് അവരോട് കൂടെ മലായിക്കത്തുകൾ കൂടുകയും ആ മലായിക്കത്തുകൾ ആ ബുഖാരിയുടെ ഓരോരോ സിറുകൾ ഓരോരോ ബാബിലും ഓരോരോ സനദിലും ഓരോരോ ഹദീസിലുമുള്ള അസ്റാറിനെ അവർ കയ്യിൽ പിടിക്കുകയും അങ്ങനെ അവർ ഈ മനുഷ്യൻ മക്ബറയിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ അവൻ്റെ ദുആക്ക് അവർ ആമീൻ പറയുകയും ഇവൻ്റെ ആവശ്യം പൂർത്തിയാവുകയും ചെയ്യുന്നതാണ്. ഇനി അങ്ങനെയല്ല, അവൻ്റെ ആവശ്യം പൂർത്തിയാവാൻ പറ്റിയ ആവശ്യമല്ലെങ്കിൽ മലായിക്കത്തുകൾ അതിൻ്റെ ബറക്കത്തുകൾ അതിൻ്റെ അസ്റാറുകൾ എടുത്ത് കയ്യിൽ പിടിച്ച് അവൻ വെറും കാലിയേടുമായി ചെല്ലുമ്പോൾ അവർക്ക് ശൈത്താൻ്റെ സാമീപ്യമുണ്ടാവുകയും അവൻ്റെ കാര്യങ്ങൾ കരസ്ഥമാവാതിരിക്കുകയും ചെയ്യും. എന്താണ് ഈ പറയുന്നത്? അതിൻ്റെ തൊട്ട് മുമ്പ് അവരുടെ ശിഷ്യൻ പറയുന്നുണ്ട്, മഹാന്മാരായ അല്ലാഹുവിൻ്റെ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ, ബ്രീസിൽ പറയുന്ന പ്രയോഗ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബുഖാരിയുടെ ഒരു ജുസ്, ഒരു സിഫർ, കുറച്ച് പേജുകൾ കയ്യിൽ പിടിച്ച് മഹാനായ ഒരു വലിയൻ്റെ മക്ബറയിലേക്ക് പോകണം. അങ്ങനെ മക്ബറയിലേക്ക് ബുഖാരിയുടെ പേജുമായി ചെന്ന് അത് തുറന്ന് പിടിച്ച് അതിലുള്ള ബാബുകൾ വായിച്ചു, എന്നിട്ട് അതിലുള്ള സനദുകൾ വായിച്ചു, ഹദീസുകളും വായിച്ചു. ഓരോ ആ ഹദീസിൻ്റെ സനദിലുള്ള റാവികളെ കൊണ്ട് ബുഖാരിയെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഈ വലിയ മുഖേന തവസ്സുലാക്കിയാൽ അവൻ്റെ കാര്യങ്ങൾ പൂർത്തിയാകും എന്ന് സാധാരണഗതിയിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ സിറെന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്, ശരിയാണ് പറയുന്നത്. അങ്ങനെ മക്ബറയിലേക്ക്, ഭാര്യമായ വലിയൻ്റെ മക്ബറയിലേക്ക് ബുഖാരിൻ്റെ ഏടുമായി ചെന്ന് അവൻ്റെ ആവശ്യം പൂർത്തിയാവേണ്ടതാണെന്ന് മലായിക്കത്തിലേക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ മലായിക്കത്തുകൾ അസ്റാറുമായി ചെന്ന് അവൻ്റെ ദുആക്ക് ആമീൻ പറയും. ബുഖാരിയുടെ മശായിഖന്മാരുടെ എല്ലാവിധ സാന്നിധ്യവും അവർക്ക് ലഭിക്കും. വല്ലാത്ത സംഭവമാണ് ഈ പറയുന്നത്. ചിന്തിച്ചാൽ നമുക്ക് പിടിച്ചം കിട്ടുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അത് എല്ലാ കാര്യങ്ങൾക്കും തവസ്സുലാക്കാൻ പറ്റുന്ന സ്വാലിഹായ അമലാണ്. ഖുർആൻ തവസ്സുലാക്കിയാൽ കാര്യങ്ങൾ നേടും. അതുപോലെ പരിശുദ്ധ ഖുർആൻ പോലെ പവിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. ആ ഹദീസുകൾ നമ്മിലേക്ക് എത്തിച്ചു തരുന്നത് ഇമാം ബുഖാരിയാണ്. ഏറ്റവും സ്വഹീഹായി എത്തിച്ചു തരുന്നത് ആ ഇമാം ബുഖാരിയും ബുഖാരി ഇമാമിൻ്റെ മശായിഖന്മാർ, സനദിലെ റാവിമാർ, അവരെ കൊണ്ട് തവസ്സുലാക്കി നബി തങ്ങളുടെ ഹദീസ് ഓതി എന്നിട്ട് അല്ലാഹുവിനോട് തവസ്സുലാക്കിയാൽ ആ ദുആ സ്വീകരിക്കും. അതിലേക്ക് മലായിക്കത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ ആ പ്രദേശത്തുള്ള മലായിക്കത്തുകൾ മുഴുവനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുമായി ചെല്ലുന്ന, ബുഖാരിയുടെ ഏടുമായി ചെല്ലുന്നവൻ്റെ കൂടെ കൂടി അതിൻ്റെ അസ്റാറുകൾ അവിടെ ചൊരിഞ്ഞ് അവനിക്ക് ആത്മാർത്ഥതയോട് കൂടെ ദുആ ചെയ്യാൻ കഴിയുകയും ആ ദുആ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. വളരെ ചിന്തിച്ച് അമൽ ചെയ്യാൻ പറ്റുന്ന ബുഖാരി ഓതുന്ന നമുക്ക് അതിൻ്റെ സഹായം വല്ലാതെ ലഭിക്കും. നമുക്ക് നാം മുതൽ ബുഖാരി വരേക്കുമുള്ള സ്വഹീയായ ധാരാളം സനദുകളുള്ളവരാണ്.
അതുകൊണ്ട് തന്നെ മശായിഖിൻ്റെ പ്രത്യേക സഹായം അവിടെ ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ യാതൊരു സംശയവുമില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസുകൾ തന്നെയാണ് എന്ന് അത് തവസ്സുലാക്കാൻ ഏറ്റവും നല്ല കാര്യമാണ്. ഇമാം അബ്ദുൽ അസീസ് അദ്ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അവരുടെ ഇബ്രീസ് 360 ഉദ്ധരിക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഖാലൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു حدثنا إسماعيل قال حدثني مالك بن أنس عن عمه أبي سهيل بن مالك عن أبيه أنه سمع طلحة بن عبيد الله يقول جاء رجل إلى رسول الله صلى الله عليه وسلم من أهل نجد ثائر الرأس نسمع دوي صوته ولا نفقه ما يقول حتى دنا فإذا هو يسأل عن الإسلام فقال رسول الله صلى الله عليه وسلم 5 صلوات في اليوم والليلة فقال هل علي غيرها قال لا إلا أن تطوع قال رسول الله صلى الله عليه وسلم وصيام رمضان قال هل علي غيره قال لا إلا أن تطوع قال وذكر له رسول الله صلى الله عليه وسلم الزكاة قال هل علي غيرها قال لا إلا أن تطوع قال فأدبر الرجل وهو يقول والله لا أزيد على هذا ولا أنقص قال رسول الله صلى الله عليه وسلم أفلح إن صدقا. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അള്ളാഹു ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹദീസിലെ സനദിൽ 5 പേരാണുള്ളത്. ഇത് സനദ് മുസൽസലാണ്. ഇതിൻ്റെ സനദിലെ ആളുകളും മുസൽസലാണ്. കുടുംബക്കാർ തമ്മിലുള്ള മുസൽസലായ ഹദീസാണ്. കാരണം ഒക്കെ കുടുംബക്കാരാണ്. ഒന്ന് ഇസ്മായിൽ എന്നവർ, അവർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. അപ്പോൾ അമ്മാവനെ തൊട്ട് ഖാലിനെ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്മായിൽ എന്നവർ. മാലിക് ഇമാമാണ്. മാലിക് ഇമാം അവരുടെ അമ്മിനെ തൊട്ട് പിതൃവ്യനെ തൊട്ട് അബൂ സുഹൈൽ, പിതൃവ്യൻ എന്നവർ അവരുടെ പിതാവിനെ തൊട്ട്, പിതാവ് അവരുടെ ഹലീഫായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ സ്വഹാബിയെ തൊട്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദുള്ളയും ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മിൻ്റെ പിതാവായ മാലിക് എന്നവരും അവർ രണ്ടാളും ഹലീഫീങ്ങളാണ്. അതായത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹിയോട് സത്യത്തിലേർപ്പെട്ട് സഹായത്തെ തേടി അവരുടെ സഹായത്തോടു കൂടെ ജീവിച്ചു പോരുന്നവരാണ്. അതുകൊണ്ട് സനദ് കുടുംബക്കാരെ തൊട്ട് മുസൽസലാണ്. അതുപോലെ എല്ലാവരും മദീനക്കാരുമാണ്. ഒന്നാമത്തെ ആൾ ഇസ്മായിൽ ബിൻ അബി ഉവൈസ്, ഇസ്മായിൽ ബിൻ അബ്ദില്ലാഹി അൽ ഇസ്ബഹി അൽ മദനി ഇബ്നു ഉഖ്തിൽ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. മാലിക് ഇമാം അവരുടെ പ്രധാന ഗുരുവുമാണ്, അവരുടെ മാതുലനുമാണ്. അവരെ സംബന്ധിച്ച് വിശദമായി ചർച്ചകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവരെ സംബന്ധിച്ചും നാം രണ്ടാമത്തെ സനദിൽ തന്നെ ചെറിയ തോതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത് അവരുടെ അമ്മ അബൂ സുഹൈൽ എന്നവർ. അബൂ സുഹൈലിന്റെ പേര് നാഫിയ ബിൻ മാലിക് ബിൻ അബി ആമിർ അൽ മദനിയോ ഒക്കെ മറ, അതുവരെയും ചരിത്രവും കഴിഞ്ഞു പോയിട്ടുണ്ട്. നാലാമത് അവരുടെ പിതാവ് മാലിക് ബിൻ അബി ആമിർ, അവരെ സംബന്ധിച്ചും കഴിഞ്ഞു പോയിട്ടുണ്ട്.
അഞ്ചാമത് അബൂ മുഹമ്മദ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി ബിൻ ഉസ്മാൻ ബിൻ അംർ ബിൻ കഅബ് ബിൻ സഅദ് ബിൻ തൈം ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് അൽ ഖുറശിയോ അത്തൈമിയോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാണ്, തൈമിയാണ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടതായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആണ് ഇതിലുള്ളത്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ സമയത്ത് 10 ആളെ പേര് പറഞ്ഞു. അബൂബക്കറും ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതായ അബൂ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആണത്. അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിൽ 7ാമത്തെ പിതാവിൽ ഒരുമിച്ച് കൂടുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ തന്നെ അവരുടെ ഉമ്മയും മുസ്ലിമായിട്ടുണ്ട്, അവരും ഹിജ്റ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു 1ാമത്തെ ഹിജ്റ, അബ്ശീനയിലേക്കുള്ള ഹിജ്റ പോയിട്ടില്ല. അതിലേക്കുള്ള കാരണം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ബനൂ തൈം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ ഖുറൈശിയാണ്. അവരുടെ കുടുംബത്തിൽ വലിയ സ്വാധീനമുള്ളവരും കുടുംബത്തിലെ നേതാവുമായതുകൊണ്ട് തന്നെ അവർ വ്യക്തിപരമായി ഉപദ്രവിക്കാൻ ആരും പോകില്ല. കാരണം അവരാണ് നേതാവാണ്, എല്ലാ സ്വാധീനമുള്ളവരാണ്. അവർ മുസ്ലിം ആകുന്നത് പല സംഭവങ്ങളും ഉണ്ടെങ്കിലും അതിൽ വെച്ച് റാജിഹായ അഭിപ്രായം മഹാനവറുകൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. കച്ചവടത്തിന് പോയപ്പോൾ മക്കക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒരു പുരോഹിതൻ വന്നു, റാഹിബ് വന്നു. പുരോഹിതൻ വന്ന് ചോദിച്ചു, നിങ്ങളെ നാട്ടിൽ എന്തെങ്കിലും പുതിയതായ സംഭവവികാസങ്ങളുണ്ടോ? ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ ചോദിച്ചത് ഇങ്ങനെ, നിങ്ങളെ കൂട്ടത്തിൽ മക്കയുമായി ഖുറൈശികളുമായി ഏറ്റവും അടുപ്പമുള്ള ആള് ആരാണ്? വേറെ റിവായത്തിലുണ്ട് മുഹമ്മദ് ബിനു അബ്ദില്ലാ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അവിടെ, അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ള ആള് ആരാണ്? ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. അവിടെ വല്ല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ടോ? റാഹിബിൻ്റെ ചോദ്യം. പ്രത്യേകമായി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ മുഹമ്മദ് ബിനു അബ്ദില്ലാ എന്ന് പറയുന്ന ആ മഹാൻ നബിയായി പ്രത്യക്ഷപ്പെടേണ്ട സമയമായിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ അവർ ഈത്തപ്പരയുള്ള നാട്ടിലേക്ക് അവർ ഹിജ്റ പോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിഞ്ഞു. എന്നിട്ട് റാഹിബ് ഉപദേശിച്ചു, നീ മക്കയിലേക്ക് തിരിച്ചു ചെന്നാൽ ആദ്യമായി ആ മനുഷ്യനെ, ആ നബിയെ അംഗീകരിക്കുന്ന ആൾ നീ ആയിരിക്കണം. അങ്ങനെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് കച്ചവടം മതിയാക്കി മക്കയിലേക്ക് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ നമ്മുടെ മുഹമ്മദ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അലൈഹി വസല്ലം അവർ നബിയാണെന്ന് വാദിച്ചിട്ടുണ്ടോ? പറഞ്ഞു, അവർ നബിയാണെന്ന് വാദിക്കല്ല, വാദിച്ചത് സത്യമാണ്, അവർ നബിയാണ്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അങ്ങനെ അവരെ അംഗീകരിച്ച് മുസ്ലിമായോ? ഞാൻ മുസ്ലിമായി. അങ്ങനെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബി തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയും മുസ്ലിമാവുകയും ചെയ്തു. ആദ്യം മുസ്ലിമായ മഹാന്മാരിൽപ്പെട്ടവരാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം ഖുറൈശി കച്ചവടക്കാർ തിരിച്ചു വരുന്നു, കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഇതാണ് ബദറിന്റെ തുടക്കം എന്നുള്ള വിവരം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെയും സഈദ് ഇബ്നു സഈദ് അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് സുബൈർ എന്ന് പറഞ്ഞ സഈദ്, ആ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനെയും അവരെ സംബന്ധിച്ചുള്ള വിവരം ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബദറിൽ വെച്ച് ഏറ്റുമുട്ടി. നബിയും സഹാബത്തും കാഫിറുകളുമായി ബദറിൽ വെച്ച് യുദ്ധം കഴിഞ്ഞു. അവർ തിരിച്ചു വരുന്നതിൻ്റെ മുമ്പ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവും സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് ഈറിൻ്റെ വിവരങ്ങൾ പറയാൻ, അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തിൻ്റെ വിവരം പറയാൻ അവർ തെന്നി മാറി പോയിട്ടുണ്ട് എന്നുള്ള വിവരം പറയാൻ വേണ്ടി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴേക്കിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്.
അപ്പം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, എനിക്ക് യുദ്ധത്തിൻ്റെ വിഹിതം വേണം, ഗനീമത്തിൻ്റെ വിഹിതം വേണം. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്കതുണ്ട്. പറഞ്ഞു, എനിക്ക് വിഹിതം മാത്രം പോരാ, എനിക്ക് ബദരീങ്ങളെ പദവിയും വേണം. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്കതുണ്ട്. അങ്ങനെയാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ പെടുന്നത്. ഈ സഈദ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെടുന്നത്. അങ്ങനെയാണ് നബി തങ്ങൾ അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകിയവരിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ നാം ബദരീങ്ങളെ പേര് പറയുന്നു, ആദ്യം സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര്, റസൂലുള്ളാഹിൻ്റെ പേര് പറയും, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര് പറയും, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പേര് പറയും, മൂന്നാമത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരാ പറയല്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തവരല്ല. പിന്നെ നാലാമത് അലി റളിയല്ലാഹുവിൻ്റെ പേര് പറയും. പിന്നെ നമ്മൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയും, സഅദ് ബിൻ അബി വഖാസ്. പിന്നെ സഈദ് റളിയല്ലാഹുവിൻ്റെ പേര് പറയും. പിന്നെ ത്വൽഹയുടെ പേര് പറയും. പിന്നെ സുബൈറുൽ അവ്വാമിൻ്റെ പേര് പറയും. പിന്നെ അബൂബൈത്തുൽ ജറാഹിൻ്റെ പേര് പറയും. ഇങ്ങനെ 10 ആളെ പേരും പറയും. 10 ആളും ബദരീങ്ങളിൽപ്പെട്ടവരായിട്ടാണ് നാം എണ്ണിപ്പോരുന്നത്. പക്ഷേ ഈ 3 പേര്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നവരായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, അവരുടെ ഭാര്യ നബി തങ്ങളെ മകൾക്ക് സുഖമില്ല, നിങ്ങൾ ഇവിടെ അവളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് നിർത്തിപ്പോയതാണ്. അതിൻ്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളെ കൂലി റസൂലുള്ളാഹി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നിയമത്തിൻ്റെ വിഹിതം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സഈദ് റളിയല്ലാഹു അൻഹുവിനും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അതിൻ്റെ പദവി നൽകിയവരാണ്, യുദ്ധത്തിൽ പങ്കെടുത്തവരല്ല. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ 313 എന്ന് നാം സാധാരണഗതിയിൽ പറയലുണ്ട്. പക്ഷെ ബദരീകളെ പേര് എണ്ണുന്നിടത്ത് പലതിലും പലതാണ്. ഏറ്റവും തഹ്ഖീഖായി പറഞ്ഞാൽ 368 പേരുകളുണ്ട് ബദറിൽ പങ്കെടുത്തവർ. അത് നമ്മളെ മജ്ലിസുന്നൂറിൽ എണ്ണിയാൽ അതിലേറെ കൂടുതലുണ്ട്. സാധാരണ ബദർ മൗലൂദിൻ്റെ പിന്നിലുള്ളതിൽ 368 പേരുകളാണുള്ളത്. എങ്ങനെയാണ് 368 വന്നത്? ഇതെല്ലാവരും ഒന്ന് എണ്ണി നോക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു അവരുടെ ബദരിയത്തുൽ ഹംസിയ എന്ന വലിയ ബദർ വൈത്ത്, ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലായി വബിഹംദിഹി ശുക്രൻ അലൻ നിഅമായി എന്ന് തുടങ്ങുന്ന ആ വലിയ ബദർ വൈത്ത് ബദരിയത്തുൽ ഹംസിയ എന്നും പറയും. അതിനൊരു ഹാഷിയുണ്ട് ഷാരിയാത്തിക്ക്. അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി എണ്ണെടുത്തപ്പോഴുള്ള കണക്കാണ് അത്. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള പിന്നീട് കുറേ ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട്. വേറെ കുറേ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ബദരീങ്ങളുടെ പദവി നൽകിയവരുണ്ട്. വേറെ കുറേ ആളുകൾ യുദ്ധം കാണാൻ വേണ്ടി വന്നിട്ട് മുസ്ലിമീങ്ങളെ ഭാഗത്ത് കൂടി യുദ്ധത്തിനിറങ്ങിയിട്ടില്ലെങ്കിലും ആവേശം പകർന്നവരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് 14 ശുഹദാക്കളിൽപ്പെട്ട ഒരാൾ. 14 ബദർ ശുഹദാക്കളിൽപ്പെട്ട ഒരാൾ ബദർ യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്തവരുമല്ല, പുറത്തു നിന്ന് മുസ്ലിമീങ്ങൾക്ക് ആവേശം പകരുന്ന ഒരാൾ. അദ്ദേഹത്തിനെ ഒരു കാഫിർ അമ്പ് ചെയ്ത് കൊന്നതാണ്. അവരും ബദരീങ്ങളെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത്. 14 ശുഹദാക്കളിൽപ്പെട്ട ഒരാൾ അങ്ങനെയാണ് ബദരീങ്ങളുടെ എണ്ണം 368 എന്ന തഹ്ഖീഖിലേക്ക് എത്തിപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് ബദരീങ്ങളെ സംബന്ധിച്ച് വിശദമായ അബുബാബുകൾ വരുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ സനദിലുള്ള റാവി ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയും, ഉഹുദ് യുദ്ധം എന്ന് കേട്ടാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പ്രയോഗമുണ്ട്, ഉഹുദ് യുദ്ധം മുഴുവനും ത്വൽഹൻ്റെതാണ്, അന്ന് കളിച്ചത് ത്വൽഹത്താണ് എന്ന് പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് എല്ലാവരും ഓടിയപ്പോൾ, എല്ലാവരും പല ഭാഗത്തായപ്പോൾ, ചിലർ യുദ്ധക്കളത്തിൽ നിന്ന് തന്നെ പിന്തിരിഞ്ഞ് ഓടിയവരുണ്ട് പേടി ശക്തമായപ്പോൾ, പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ട്. വേറെ കുറേ ആളുകൾ പല ഭാഗത്തായ ശത്രുക്കളുമായി നേരിട്ടവരുണ്ട്. എന്നാൽ നബി തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, നബി തങ്ങളുടെ കാവലാളായി നബി തങ്ങൾക്ക് വേണ്ടി 4 ഭാഗവും ഓടി എല്ലാ നിലക്കുമുള്ള സംരക്ഷണം നൽകിയത് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആണ്. ആദ്യം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹും ഏകദേശം 9-10 അൻസാറുകളും ഉണ്ടായിരുന്നുവെങ്കിലും ആ അൻസാറുകൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ടപ്പോഴും പിന്നീട് ബാക്കിയായത് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മാത്രമാണ്.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു അമ്പിനെ കൈ കൊണ്ട് തടുത്തതിൻ്റെ പേരിൽ കൈക്ക് അമ്പ് കൊണ്ട് ആ കൈ കൊഴിഞ്ഞു പോയിരുന്നു. 90 ചില്ലാനം മുറിവുണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ. യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ബോധം കെട്ട് വീണു, രക്തം വാർന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും വേറെ സ്വഹാബികളോടും നബി തങ്ങൾ പറഞ്ഞു തൽഹനെ പ്രത്യേകമായി നോക്കണമെന്ന് പറയുകയും അവരുടെ സംരക്ഷണത്തിൽ അവർ പ്രത്യേകം ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണ് അവർ എഴുന്നേറ്റിരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഉഹദ് യുദ്ധത്തിൻ്റെ എല്ലാ ഫളലും ത്വൽഹക്കാണ് എന്ന് പലപ്പോഴും പറയും. റസൂലുള്ളാഹി തങ്ങൾ പറയലുണ്ട്, ഭൂമുഖത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഷഹീദിനെ കാണാൻ ആഗ്രഹമുണ്ടോ, ത്വൽഹനെ കണ്ടോളി എന്ന് പറയലുണ്ട്. അതാണ് ത്വൽഹ. ധാരാളം ഫളായിലുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അങ്ങനെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കേട്ടു മാലിക് എന്നവർ. യഖൂലു ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു റജുൽ വന്നു, ഒരു പുരുഷൻ വന്നു. മിൻ അഹ്ലി നജ്ദിൻ, നജ്ദിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട. എങ്ങനെയുള്ള പുരുഷനാണ്? സായിറുർ റൈസി, തല ഒന്നായിട്ട് പാറിക്കളിക്കുന്ന, തല പാറുക എന്നാൽ തലയിലെ മുടി പാറുന്നവരായിട്ട്. അതായത് യാത്ര കഴിഞ്ഞ് വന്ന് രണ്ടാമതൊന്ന് സ്റ്റഡി ആയിട്ടല്ല, യാത്രയെ തന്നെ വന്നുകൊണ്ടാണ് നമുക്ക് കയറി വരുന്നത്. യുസ്മൗ, അവിടെ നസ്മൗ എന്നുണ്ടി വായത്തുണ്ട്. യുസ്മൗ, കേൾക്കപ്പെടും, ദവിയു സൗത്തിഹി, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ വരമ്പാനം അത് കേൾക്കപ്പെടും. വലാ യുഫ്ഖഹു മാ യഖൂലു, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കപ്പെടൂല. ദൂരെ നിന്ന് ശബ്ദമുയർത്തി എന്തോ ചോദിച്ചും കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഒരു ഒച്ച അങ്ങനെ കേൾക്കുന്നുണ്ട്, വരമ്പാനം കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഹത്താദന, അദ്ദേഹം അടുത്ത് വരുന്നത് വരേക്കും. ഫൈദാഹുവ, അയാൾ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം യസ്അലു, ചോദിക്കുന്നു, അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി ചോദിക്കുകയാണ്. എന്താണ് ഇസ്ലാം? അഖ്ബിർനി അനിൽ ഇസ്ലാം. ചില റിവായത്തിൽ അങ്ങനെ തന്നെ ഉണ്ട്, എനിക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരി എന്ന. അഖ്ബിർനി അനിൽ ഇസ്ലാം എന്ന് ദൂരത്തുനിന്ന് ചില റിവായത്തിൽ കാണാം, യാ മുഹമ്മദ്. തന്നെ ബദുവാണ്, ബദുവിനൊക്കെ അത്രയുള്ള സംസ്കാരമൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽക്കാണ് ഇവൻ്റെ പേര് വിളിക്കുന്നത് അഖ്ബിർനി അനിൽ ഇസ്ലാം. വേറെ റിവായത്ത് കാണാം, അദ്ദേഹം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അടുത്ത് വന്നു, ഒട്ടകത്തിൽ ഇറങ്ങിയിട്ട് ആൾ പറഞ്ഞു, അയ്യക്കും മുഹമ്മദ്, നിങ്ങൾ കൂടുതൽ മുഹമ്മദ് ആരാണ്? ഈ വച്ചിട്ട് വന്നുകൊണ്ട് പിന്നെ എടുത്തെത്തിയപ്പോൾ ചോദിക്കണം, അയ്യക്കും മുഹമ്മദ്. അങ്ങനെ എന്നിട്ട് ചോദിക്കുകയാണ് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല. അത് നിസ്കാരത്തെ പറ്റി ചോദിച്ചപ്പോഴാണ്, നിസ്കാരം എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ദിവസത്തിൽ 5 വക്ത് നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞു, അതാണ് ഫർളുള്ളത്. ഫഖാല, ഈ ഹദീസ് ഷാഫി മദ്ഹബിനിക്ക് വളരെ തെളിവായ ഹദീസാണ്. നിസ്കാരം 5 വക്തേ ഉള്ളൂ, ഫർള് മാത്രമേ ഉള്ളൂ, വാജിബായത് അത് മാത്രമേ ഉള്ളൂ, വിത്ർ വാജിബല്ല. ഹനഫികൾക്കെതിരായിട്ടുള്ള ഹദീസാണത്. ഫഖാല, അപ്പോൾ ആ വന്ന ആൾ റളിയല്ലാഹു അൻഹു, അത് മഹാനായ സ്വഹാബിയാണ്, അവർ പറഞ്ഞു, ഹൽ അലയ്യ ഗൈറുഹാ, നിസ്കാരങ്ങളിൽ നിന്ന് ഈ 5 വക്ത് നിസ്കാരമല്ലാത്തത് എൻ്റെ മേലിൽ ഫർളുണ്ടോ? ഫഖാല, കാല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ, ഫർള് വേറല്ല, ഇല്ല അൻ തത്തവ്വഅ, തത്തവ്വഅന്നും വായിക്കുക, തത്തവ്വഅന്നും വായിക്കുക. തവ്വഉൽ ബാബിൻ്റെ മുദാരിൻ്റെ ആദ്യത്തിൽ 2 താ ഒരുമിച്ച് കൂടുമ്പം രണ്ടാമത്തെ താനെ കളയുക, അപ്പോൾ തത്തവ്വഅനായി. ഇനി രണ്ടാമത്തെ താവിനെ മറിച്ച് ആക്കിയിട്ട് അർക്കത്തിനെ കളഞ്ഞതിന് ശേഷം താവിനെ തോയിൽ ഇദ്ഗാം ചെയ്യുക, അപ്പോൾ തത്തവ്വഅന്നും വായിക്കുക. ജനോദിയവർക്ക് അറിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫർളായിട്ടൊന്നുമില്ല, ഇനി നീ സുന്നത്തായിട്ട് എന്തെങ്കിലും ചെയ്താലല്ലാതെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിനെ പറ്റി ചോദിക്കുകയാണ്.
ഈ നിസ്കാരത്തെ പറ്റി ചോദിച്ചു, ഫർളായത് എന്താണ് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. പിന്നെ സുന്നത്ത് ഫർള് വേറെ എന്തെങ്കിലുണ്ടോ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ചോദിച്ചത് നോമ്പിനെ പറ്റിയാണ്. വേറെ റിവായത്തിലുണ്ട് ശറായിഉൽ ഇസ്ലാമിനെ പറ്റി ചോദിച്ചു. ആ നിസ്കാരത്തെ നമുക്ക് അത്ഫായിട്ടാണ് പറയുന്നത്. വസിയാമു റമളാന, ഇസ്ലാം കാര്യമാണ്, റമളാനിലെ നോമ്പും വാജിബാണ്. ഖാല, അപ്പോൾ വന്ന ആള് പറഞ്ഞു, ഹൽ അലിയ വൈറുഹു, റമളാനിലെ നോമ്പ്, റമളാനല്ലാത്ത നോമ്പല്ലാത്ത വേറെ വല്ലതുമുണ്ടോ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ലാ, വേറെ വാജിബായിട്ട് വേറൊന്നുമില്ല, ഇല്ലാൻ തത്തവ്വ, നീ സുന്നത്തായി ചെയ്താലോചിച്ച്. ഖാല, റാവിയായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, വദക്കറ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതനിക്ക് പറഞ്ഞു കൊടുത്തു, അസ്സകാത്ത, സകാത്തിനെ പറഞ്ഞു കൊടുത്തു. കാല, സകാത്തിനെ പറഞ്ഞു കൊടുത്തു, സകാത്തിന് വിശദീകരണം കൊടുത്തു. കാല, അദ്ദേഹം ചോദിച്ചു, ഹൽ അലയ്യ ഗൈറുഹാ, സകാത്തല്ലാത്തത് വേറെ വല്ലതും എൻ്റെ മേലുണ്ടോ? കാല, റസൂലുള്ളാഹി പറഞ്ഞു, ലാ, ഇല്ലാ അൻ തത്തവ്വ, നീ സുന്നത്തായിട്ട് സദക്ക വല്ലതും ചെയ്താലോചിച്ച്, വാജിബായിട്ട് സകാത്തേ ഉള്ളൂ. അങ്ങനെ പിന്നെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് മറ്റ് ഹദീസുകളിലുണ്ട്. കാല, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു പറയുന്നു, ഫഅദ്ബറ റജുലു, അങ്ങനെ ആ റജുല് തിരിച്ചു പോയി. വയഖൂലു, അദ്ദേഹം പറയുന്നു, വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു, അല്ലാഹനെ തന്നെയാണ് സത്യം, ലാ അസീദു അലാ ഹാദാ, ഇതിനേക്കാൾ ഞാൻ ഒന്നും തന്നെ കൂട്ടൂല, വലാ അൻഖുസു, ഞാൻ കുറവ് വരുത്തൂല. ഈ പറഞ്ഞ കാര്യങ്ങൾ, അത് ഫർളായി ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്യും. വലാ അൻഖുസു, ഞാൻ ഒന്നും കുറക്കൂല, എന്നെ കൊണ്ട് ഇത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഫർളായത് മുഴുവൻ ഞാൻ കൃത്യമായി ചെയ്യും, കുറക്കൂല, ഏറ്റൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, അയാൾ മുഫ്ലിഹായി. ഇമാമികൾ പറയുന്നുണ്ട് ഈ പ്രയോഗത്തെ, മുഫ്ലിഹുകളുടെ പ്രയോഗത്തെ പറ്റി, ഒരു മനുഷ്യനിക്ക് ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സിഫത്താണ് ഫലാഹ്. അതാ റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ലഹ, അയാള് മുഫ്ലിഹായി മാറി, എല്ലാവിധ ഫലാഹും നേടിയവനായി. ഇൻ സദഖ, അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തിൽ സത്യമുടയവനാകുകയാണെങ്കിൽ, പറഞ്ഞ മാതിരി ചെയ്യുകയാണെങ്കിൽ. ഈ ഹദീസ് പല ചോദ്യങ്ങളും വരുന്ന ഹദീസുകളാണ്. അതിനൊക്കെല്ലാം മഹാന്മാരായ ശാരീങ്ങളായ ഇമാമിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന ചോദ്യമാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്നാണ്, മറ്റു റിവായത്തിലൊക്കെ ഉണ്ട്, ശരീഅത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വർജിക്കാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ വർജിക്കൽ അതിൽപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തതിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസിൽ അതില്ലാന്നേ ഉള്ളൂ. പിന്നെ ഫർളായ കാര്യങ്ങൾ ഞാൻ ചെയ്യും, സുന്നത്തായ കാര്യം ഒന്നും ഞാൻ കൂട്ടൂല. അവിടെ ലാ അങ്കുസു, ഞാൻ കുറക്കൂല എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്, കുറക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞമാതിരി ചെയ്യണം. വലാ അസീദു എന്ന് പറഞ്ഞാൽ ഞാൻ വർദ്ധിപ്പിക്കുമില്ല എന്ന് പറഞ്ഞാൽ സുന്നത്തൊന്നും ചെയ്യൂല, വേറെ സൽക്കർമ്മൊന്നും ചെയ്യൂല എന്നല്ലേ, അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അജാബൻ നവവിയ്യു ബിഅന്നഹു അസ്ബത ലഹുൽ ഫലാഹ ലിഅന്നഹു അതാ ബിമാ അലൈഹി, വാജിബായ എല്ലാ കാര്യവും അതാണ് ഒരാൾക്ക് വാജിബുള്ളത്, അത് ചെയ്തത് കൊണ്ടിട്ട് അദ്ദേഹം ഫലാഹുണ്ട്, വിജയമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വലൈസ ഫീഹി അന്നഹു ഇദാ അതാ ബിസായിദിൻ അലാ ദാലിക ലാ യകൂനു മുഫ്ലിഹ, വല്ലതും
ഏറെ ചെയ്താൽ ഫലാഹില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞത് കൃത്യമായി ചെയ്താൽ വാജിബാത്ത് മാത്രം എടുത്താൽ തന്നെ ഫലാഹ് ഉണ്ടാകും എന്നേ പറഞ്ഞിടത്തുള്ളൂ. സുന്നത്തിനോ അയാളോ മറ്റുള്ളവരോ ചെയ്യുകയാണെങ്കിൽ ഫലാഹില്ല എന്ന് എനിക്കർത്ഥമില്ല. ലിഅന്നഹു ഇദാ ഫലഹ ബിൽ വാജിബി ഫഫലാഹുഹു ബിൽ മന്ദൂബി മഅൽ വാജിബി ഔലാ. വാജിബ് ചെയ്താൽ തന്നെ ഫലാഹ് ഉണ്ടെങ്കിൽ വാജിബോട് കൂടെ സുന്നത്തും കൂടി ചെയ്താൽ ഫലാഹില്ല എന്നല്ലല്ലോ വരിക, ഫലാഹ് കൂടുന്നല്ല വരിക. ഇമാമിൻ്റെ മറുപടിയാണ്. പിന്നെ വല്ലാഹിയാണ് പറഞ്ഞു. വല്ലാഹി ഞാൻ ഒരു വാജിബാത്ത് അതിൻ്റേതായ നിരക്ക് ഞാൻ മുഴുവനും ചെയ്യും, മൻഹിയാത്ത് മുഴുവനും ഞാൻ ഒഴിവാക്കും, മസ്നൂനാത്ത് ഒന്നും ഞാൻ ചെയ്യൂല എന്നല്ലേ. പല അസീദു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യൂല എന്ന് സത്യം ചെയ്യാൻ പാടുണ്ടോ? അത് അംഗീകരിക്കാൻ പാടുണ്ടോ? വല്ലാഹി എന്നല്ലേ പറഞ്ഞത്. അതാ ഫൈൻകീല ഫകൈഫ അഖറഹു അലാ ഹലഫിൻ വഖദ് വറദ നകീറു അലാ മൻ ഹലഫ അൻ ലാ യഫ്അല കദ ഖൈറാ ഉജീബ ബിഅന്ന ദാലിക മുഖ്തലഫുൻ ബിഇഖ്തിലാഫിൽ അഹ്വാലി വൽ അസ്ഖാസ്. ഇത് ആ പറഞ്ഞതെല്ലാം അഹ്വാല്, അസ്ഖാസ്, സാഹചര്യം അനുസരിച്ചും വ്യക്തികളനുസരിച്ചുമെല്ലാം വ്യത്യാസപ്പെടുന്നതാകുന്നു. ഇത് വഹാദാജാരിൻ അലൽ അസ്ലി ബിഅന്നഹു ലാ ഇസ്മ അലാ ഗൈരി താരിക്കിൽ ഫറായിദി. ഫർള് ഒഴിവാക്കാത്തവൻ്റെ മേലിൽ കുറ്റമില്ല എന്നതിനിക്ക് അസ്ലായി വന്നതായത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിന് അംഗീകരിച്ചു കൊടുത്തതാകുന്നു. അതാണ് അതിൻ്റെ മറുപടി. ഈ ഒരു പ്രത്യേക സാഹചര്യമാണ്. മനഃപൂർവ്വം ഞാൻ സുന്നത്ത് ചെയ്യൂല എന്നല്ല അദ്ദേഹം പറയുന്നത്. നബി തങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ തങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ ഒന്നും കുറക്കൂല, ഒന്നും കൂട്ടൂല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ വർധന വരുത്തൂല. അങ്ങനെ അർത്ഥം വെച്ചവരുമുണ്ട്. എന്തായാലും അതായത് 5 വക്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ 6 വക്ത് നിസ്കരിക്കൂല. 5 വക്ത് നിസ്കാരത്തിൽ തന്നെ ഓരോരോ നിസ്കാരത്തിലും 4 റക്അത്ത് തന്നെ 4 നിസ്കരിക്കുമല്ലോ, അത് ഏറ്റവും കുറക്കൂല. ഇങ്ങനെ അർത്ഥം വെച്ചവരുണ്ട്. അതെല്ലാം അവിടുത്തെ ചർച്ചാ വിഷയം. അങ്ങനെയല്ല. ഞാൻ സുന്നത്തും ചെയ്യൂല എന്ന് പറഞ്ഞതിലേ അതൊരു ലിംനിയായ സത്യമാണത്. നേരിട്ട് പറഞ്ഞത് തങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ ഏറ്റെടുത്തു, അതിൽ കൂടെ ഒന്നും കൂട്ടൂല എന്നുള്ളത് ഈ സാഹചര്യത്തിൽ മറ്റ് വിശദമായ തഫ്സീലായ അർത്ഥങ്ങൾ വെക്കാതെ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഇദ്ദേഹം മറ്റൊരു വിഭാഗത്തിനെ തൊട്ട് അറിവിന് വേണ്ടി നജദിലുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പ്രതിനിധിയായി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പറയുന്നത് ഈ സാഹചര്യത്തിൽ കുഴപ്പമില്ലാത്ത വാക്കാണ്. എന്താണ് മറുപടി? ഇനിയും ധാരാളം ചോദ്യങ്ങളും മറുപടിയുമുണ്ട്. ആവശ്യക്കാർ നോക്കുക.